മുത്തശ്ശൻ അക്കരപ്പറമ്പിൽ ഇന്ന് ഇത്തിരി പണിയുണ്ട്. ചോറ് പൊതിഞ്ഞുകൊണ്ട് പോണം. കണ്ണകി രാവിലെ തന്നെ മുറവും എടുത്തിറങ്ങി. അഭിലാഷും അച്ഛനും കൂടി ബീൻസ് നട്ട് നനച്ച് വളർത്തി. പൂത്തു തുടങ്ങിയ നാൾ മുതൽ ബീൻസ് പറിച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു കണ്ണകി. ഇന്നാണ് അവസരം ഒത്തു വന്നത്. ബീൻസ് മൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പാകത്തിന് പറിക്കണം, അതിനാണ് രുചി. കണ്ണച്ചിറ്റെ തേടി ശംഖുവും സംഘവും എത്തി. കണ്ണച്ചിറ്റെ കണ്ട ശംഖു അങ്ങോട്ട് ഓടിച്ചെന്നു. ചിറ്റ എന്താണ് ഇവിടെ ചെയ്യുന്നേ? കൗതുകത്തോടെ ശംഖു നോക്കി നിന്നു. ഇരിക്കപ്പുറതിയില്ലാതെ ശംഖു കറങ്ങി നടന്നു. മുറത്തിന് കുറുകച്ചാടി അമ്മയും സഹോദരങ്ങളെയും കണ്ണച്ചിറ്റിയുടെ ക്രൂരകൃത്യങ്ങൾ വിളിച്ചറിയിച്ചു നോക്കി. ആരും ഗൗനിച്ചതേയില്ല. തേരാപ്പാരാ നടന്നു നോക്കി. ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അടുത്ത ജന്മം മനുഷ്യനായേ തീരൂ. വാലുയർത്തിപ്പിടിച്ച് ബീൻസിനിടയിലൂടെ ശംഖു ഉലാത്തിക്കൊണ്ടിരുന്നു. വേനലിന്റെ കടുപ്പവും വെള്ളത്തിന്റെ കുറവും വിളവ് കുറച്ചു. അല്ലായിരുന്നെങ്കിൽ കുലകുത്തി ഉണ്ടായേനെ. അടുത്തിടുന്നൊരു ഇച്ച പാറ്റയാദിയായ ജീവിയെ പിടിപ്പതിന് കണ്ണിവച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച കള്ളനാരു നീ, പ്രഗത്ഭനായ മുക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചു വേടനോ എന്ന് പണ്ട് കുമാരനാശാൻ ഞങ്ങളുടെ മൂത്ത മുത്തപ്പനോട് ചോദിച്ചില്ലേ? ഞങ്ങളിങ്ങനെ വലവിരിച്ച് എത്രയെത്ര പ്രാണികളെ പിടിച്ചിട്ടാണെന്നോ നിങ്ങൾക്കിത്രയും ബീൻസ് കിട്ടിയത്? ഞങ്ങൾക്കും കൂലി തരുമോ ചിറ്റേ എന്ന് പച്ച ചിലന്തി. മുള്ളങ്കിപ്പൂക്കളുടെ മറവിലൂടെ പച്ചമുളക് പറിക്കാനായി പോയി കണ്ണകി. ചുവക്കുമ്പോൾ മുത്തശ്ശിയമ്മയെ കാണാൻ വാ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളേ. 3 പൂച്ചകൾ പറമ്പിലും 3 പച്ചകൾ മുറത്തിലും. പച്ചക്കറികൾ മുറത്തിൽ, പച്ചവെള്ളം കൊച്ചുരുളിയിൽ. ബീൻസിന്റെ ഞെട്ടും വാലും നാരും കളയണം. ഞെട്ടിലോ വാലിലോ ചെറുതായി ഒന്ന് കോറിയിട്ട് ഇങ്ങനെ വലിച്ചാൽ നാര് പോരും. ഇതിന് അങ്ങനെ വലിച്ചിട്ട് വരാൻ നാരില്ല. അതായത് പിഞ്ചാണ്. തീരെ പിഞ്ചിന് ഇത്ര നാരുണ്ടാവില്ല. വളരും തോറും തന്റെ മക്കളുടെ സുരക്ഷയെ കരുതി 2 വശത്തും പിടിപ്പിക്കുന്ന ബലമുള്ള കതകാണ് ഈ 2 നാരുകൾ. വില്ലിന്റെ ഞാണു